ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടിച്ചക്ക തോരൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇടിച്ചക്ക ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ചതിന് ശേഷം ഇടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ചക്ക വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതപ്പോൾ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരട്ടെ കേട്ടോ. അത് ആ സമയത്ത് നമുക്കിതിലേക്കുള്ള ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയും ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉടഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ കല്ലിൽ ഇട്ടിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ചക്കയും നമുക്കിതുപോലെ അങ്ങോട്ട് ഇടിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇനി അതെല്ലാം ചക്കയും എന്താ ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് താളിക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു. ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ മുളക് അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കൂടെ കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മൂത്ത് കിട്ടുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോകാതെ സിമ്മിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തുണ്ട് മുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല എല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നല്ല റെസിപ്പി റെഡിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും